എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ ഗൾഫ് ജോലി ഒഴിവുകളും അതേപോലെ തന്നെ നാട്ടിലെ ജോലി ഒഴിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാറുണ്ട്. ഗൾഫ് ജോലികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ വഴി ഉള്ളതും അതേപോലെ തന്നെ കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികൾ, അത് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ CV അയച്ചു കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി CV അയച്ചു കൊടുത്തിട്ടാണെങ്കിലും ഒക്കെയുള്ള ജോലി ഒഴിവുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് വന്ന് മെസ്സേജ് അയക്കാറുണ്ട്. ബ്രോ, യൂറോപ്പിലേക്ക് ജോലി ഒഴിവുകളില്ലേ, എന്തുകൊണ്ടാണ് യൂറോപ്പിലേക്ക് ജോലി ഒഴിവുകൾ ചെയ്യാത്തത്, ഡയറക്റ്റായിട്ട് ഏജൻസി വഴി അല്ലാതെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വഴികളുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതിൽ കൂടുതലും ഈ പ്രായം കുറഞ്ഞ ആളുകളാണ് കേട്ടോ. കാരണം ഏകദേശം ഒരു 22-28 ആ ഒരു ഏജിന് ഇടയിലുള്ള ആളുകളാണ് കൂടുതലും എനിക്ക് മെസ്സേജ് അയക്കാറുള്ളതും CV അയച്ചു തരാറൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള യൂറോപ്പിലേക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു യൂറോപ്പ് രാജ്യത്തേക്ക് ജോലി നേടണമെങ്കിൽ ലക്ഷങ്ങൾ, അത് 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? യൂറോപ്യൻ യൂണിയൻ തന്നെ നടത്തുന്ന ഒഫീഷ്യൽ ജോബ് പോർട്ടലുണ്ട്. അതേപോലെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ജോബ് പോർട്ടലുണ്ട്. ഇതിൽ കമ്പനികൾ ഡയറക്റ്റ് അവർക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ അറിയിക്കാറുണ്ട്. അതുവഴി നമുക്ക് ജോലി നേടാൻ കഴിയും. ഈ ഒരു ജോബ് പോർട്ടൽ വഴി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അതായത് എൻ്റെ അറിവിൽ ഏകദേശം ഒരു 10ഓളം ജോബ് പോർട്ടൽ ഇങ്ങനെയുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാനും ഫ്രീ ആയിട്ട് ജോലി നേടാനും പറ്റുന്ന 10ഓളം ജോബ് പോർട്ടലുകൾ. ഏതൊക്കെ വെബ്സൈറ്റ് വഴികളാണ് നമുക്ക് ജോലി നേടാൻ കഴിയുക എന്ന് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന നിരവധി ജോലികളിൽ പലതും ഫേക്കാണ്. വിസ റെഡി, 100% ഗ്യാരണ്ടി, പ്രോസസ്സിംഗ് ഫീ, ഇതൊക്കെ പറഞ്ഞ് പലരിൽ നിന്നും പണം വാങ്ങുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നേ, അതിലേക്ക് കടക്കുന്നതിന് മുന്നേ 6 ടിപ്സ് അല്ലെങ്കിൽ 6 പോയിന്റ്സ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഈ 6 ടിപ്സും അല്ലെങ്കിൽ 6 പോയിന്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ 6 ടിപ്സുകളും ശ്രദ്ധയോടെ കേൾക്കുക. കഴിയുമെങ്കിൽ എവിടെയെങ്കിലും ഇതൊന്ന് നോട്ട് ചെയ്ത് എഴുതുള്ളൂ. ഒരു ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ നോട്ട് പാഡിലോ ഇതൊന്ന് നോട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു യൂറോപ്പ് രാജ്യത്തേക്ക് നമ്മൾ ജോലി നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടത് എന്താണ്? ഒറ്റ കാര്യമാണ്, അത് യൂറോപ്പ CV ആണ്. ഏതെങ്കിലും ഒരു CV കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും യൂറോപ്പിൽ ജോലി നേടാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു യൂറോപ്പ CV തന്നെ വേണം. നിങ്ങളുടെ കയ്യിൽ ഒരു മികച്ച യൂറോപ്പ CV വേണം. അത് നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് യൂറോപ്പ CV എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. ഈ CV പോലെ തന്നെ ഒരു യൂറോപ്പ് രാജ്യത്തേക്ക് നമ്മൾ CV അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരേണ്ട ഒരു കാര്യമാണ് കവർ ലെറ്റർ. പലരും ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ഒരു മികച്ചൊരു കവർ ലെറ്റർ ആരും റെഡിയാക്കുന്നില്ല. അത് വളരെയധികം നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഈ കവർ ലെറ്ററിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. കവർ ലെറ്റർ നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച രീതി ഇതാണ്. അതായത് ഒരു കമ്പനിയിലേക്ക്, ഇപ്പോൾ നമ്മുടെ ചാനൽ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, മൈ ജോബ്. നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. ഈ ഒരു മൈ ജോബ് എന്ന കമ്പനിയിലേക്ക് നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ കമ്പനിയെ മെൻഷൻ ചെയ്തു, അതായത് മൈ ജോബ് എന്ന കമ്പനിയെ മെൻഷൻ ചെയ്ത് ആ ഒരു ജോബ് പൊസിഷൻ മെൻഷൻ ചെയ്ത് നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ. ഏറ്റവും ബെറ്റർ കവർ ലെറ്റർ അത് തന്നെയാണ്. ഏറ്റവും നല്ല കവർ ലെറ്റർ അതാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയെ മെൻഷൻ ചെയ്യാതെ, അതായത് നിങ്ങൾക്കൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു IT ടെക്നീഷ്യനായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ കമ്പനിയിലേക്കും അയച്ചു കൊടുക്കാൻ മാത്രമായി ഒരു കവർ ലെറ്റർ മതിയെങ്കിൽ ഡിയർ HR മാനേജർ എന്ന് പറഞ്ഞ് ആ ഒരു കമ്പനിയെ മെൻഷൻ ചെയ്യാതെ നമ്മളൊരു കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എന്നോട് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആദ്യത്തെയായിരിക്കും, കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ട്. അപ്പോൾ കവർ ലെറ്റർ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഒരു മികച്ചൊരു കവർ ലെറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു മികച്ച കവർ ലെറ്റർ ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കവർ ലെറ്റർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി. അടുത്ത കാര്യമാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. പലർക്കും അറിയാത്തതും പലർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ലിങ്ക്ഡിൻ. പലരും ഇപ്പോൾ CV-യിലെല്ലാം ഈ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് വെക്കാറുണ്ട്. നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ജോലി സാധ്യതകൾ വരും, ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് മുന്നിൽ വരും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ജോലി നേടാവുന്നതാണ്.
അഞ്ചാമത്തെ പോയിന്റാണ് പാസ്പോർട്ട്. ഇവിടെ എനിക്കൊരു കഥ പറയാനുണ്ട്. ഒരു വെറുപ്പിക്കാനൊന്നല്ല, മടുപ്പിക്കാനല്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നോളൂ. എനിക്ക് ഒരു യുവാവ് മെസ്സേജ് അയക്കേണ്ടായി, സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കേണ്ടായി. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇവന് ഗൾഫിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരോട് സംസാരിച്ചപ്പോൾ പിന്നെ കടം കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി ഞങ്ങൾ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം ഒരു ബോധ്യം വരുമല്ലോ, ഫ്രണ്ട്ലി ആയിപ്പോയി. അപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അപ്പോൾ നമുക്കൊരു നല്ലൊരു വേക്കൻസി വന്നപ്പോൾ അവനോട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ CV, പാസ്പോർട്ട് കോപ്പി കാര്യങ്ങളെല്ലാം അയച്ചു തരാൻ പറഞ്ഞു. ആ സമയത്ത് ഇവൻ പറഞ്ഞു, ബ്രോ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്ന്. പാസ്പോർട്ടൊന്നും എടുക്കാതെയാണ് ഇവർ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നത്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഒരു വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് പാസ്പോർട്ട്. ഈ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക് ജോലി നോക്കുന്നവർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട അഞ്ചാമത്തെ പോയിന്റ്, പാസ്പോർട്ട് റെഡിയാക്കി വെക്കുക. 2 വർഷത്തെങ്കിലും ഒരു വാലിഡിറ്റി നിങ്ങളുടെ പാസ്പോർട്ടിന് ഉണ്ടായിരിക്കണം. ആറാമത്തെ കാര്യമാണ് ഇമെയിൽ പ്രൊഫഷണൽ. ചില ആളുകളുടെ ഇമെയിൽ ID ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേര് ചേർത്ത് ഞാൻ പറയാം, നോഫൽ 3578910, നോഫൽ ഡഡ്, നോഫൽ റോക്ക്, നോഫൽ റഗി. ഈ ഒരു രീതിയിലാണ് പലരും ഇമെയിൽ ID ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള വളരെ മോശമായിട്ടുള്ള ഇമെയിൽ IDകൾ ഒഴിവാക്കുക. ഒരു പ്രൊഫഷണൽ ഇമെയിൽ ID, നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ഇമെയിൽ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നോഫൽ 1 ഓക്കെ, അല്ലെങ്കിൽ നോഫൽ എൻ്റെ ഇനീഷ്യൽ, അതേപോലെ തന്നെ നോഫൽ എൻ്റെ വീട്ടുപേര്, അല്ലെങ്കിൽ നോഫൽ എൻ്റെ സ്ഥലം, അല്ലെങ്കിൽ നോഫൽ ഏതെങ്കിലും ഒരു 2 അക്ഷരങ്ങൾ, അല്ലെങ്കിൽ നോഫൽ ഏതെങ്കിലും 2 നമ്പറുകൾ. ഇങ്ങനെയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ IDകൾ വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ മോശമായ രീതിയിൽ ഒരു കുട്ടിക്കളി കളിക്കുന്ന പോലെ ഒരു ഇമെയിൽ ID നിങ്ങൾ ദയവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യരുത്. ഈ 6 പോയിന്റ്സും നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇനി ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ വെബ്സൈറ്റ് വഴി നമുക്ക് യൂറോപ്പ് രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് ജോലിക്കായി അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാനുള്ള ആദ്യത്തെ വെബ്സൈറ്റ് യൂറസ് ആണ്. യൂറോപ്യൻ യൂണിയനുടെ ഔദ്യോഗിക ജോബ് പോർട്ടലാണിത്. ഒഫീഷ്യൽ യൂറോപ്യൻ യൂണിയൻ പോർട്ടലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 30ഓളം യൂറോപ്യൻ രാജ്യങ്ങളിലെ ജോലികൾ ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന തൊഴിലുടമകളെയും കണ്ടെത്താം. സുരക്ഷിതമായിട്ടുള്ള ഒരു വഴിയാണ് യൂറസ് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്നത്. രണ്ടാമത്തെ വെബ്സൈറ്റാണ് ലിങ്ക്ഡ്ഇൻ ജോബ്സ്. പലർക്കും അറിയുന്ന ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും. ഇതുവഴി നമ്മൾക്ക് ജോലി കണ്ടെത്താൻ കഴിയും. വിസ സ്പോൺസർഷിപ്പ്, അതേപോലെ റീലൊക്കേഷൻ, വർക്ക് പെർമിറ്റ് എല്ലാം ഇതുവഴി നമുക്ക് അറിയാൻ കഴിയും. മൂന്നാമത്തെ ജോബ് പോർട്ടൽ ഇൻഡീഡ് യൂറോപ്പ് എന്നൊരു ജോബ് പോർട്ടലാണ്. ഇതിൽ നമുക്ക് രാജ്യങ്ങൾ മാറ്റി സെർച്ച് ചെയ്യാൻ കഴിയും. നാലാമത്തെ ജോബ് പോർട്ടൽ ഗ്ലാസ് ഡോർ എന്നൊരു ജോബ് പോർട്ടലാണ്. കമ്പനി റിവ്യൂസ് പ്ലസ് ജോബ്സ് ഈ ഒരു പോർട്ടൽ വഴി നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇവിടെ വരുന്ന അഞ്ചാമത്തെ വെബ്സൈറ്റ് സ്റ്റെപ്പ് സ്റ്റോൺ എന്നൊരു വെബ്സൈറ്റ് ആണ്. ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ പ്രമുഖ ജോബ് പോർട്ടലാണ് ഈ പറഞ്ഞിട്ടുള്ള ജോബ് പോർട്ടൽ. ഇതുവഴിയും നിങ്ങൾക്ക് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആറാമത്തെ വെബ്സൈറ്റ് വരുന്നത് ഐറിഷ് ജോബാണ്. ഐറിഷ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം അയർലാൻഡ് ആണ്. ഈ ഒരു അയർലാൻഡിൻ്റെ ആ രാജ്യത്തെ ജോബ്സ് ഈ ഒരു വെബ്സൈറ്റിൽ വരും. ഇവിടെ കൂടുതലും അയർലാൻഡ് പൗരന്മാർക്കുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ പൗരന്മാർക്കുള്ള ജോലി ഒഴിവുകളായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നത്. എങ്കിലും മറ്റു അതായത് യൂറോപ്യൻ രാജ്യക്കാരല്ലാത്ത മറ്റു രാജ്യക്കാർക്കുമുള്ള ജോലി ഒഴിവുകൾ ഈ ഒരു പോർട്ടിൽ കുറഞ്ഞാണെങ്കിലും വരാറുണ്ട്. എട്ടാമത്തെ വെബ്സൈറ്റ് മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി എന്നൊരു പോർട്ടലാണ്. ഇത് ജർമ്മനി സർക്കാരിൻ്റെ ഔദ്യോഗിക പോർട്ടലാണ്. നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ്. ഈ ഒരു പോർട്ടലിലും നമ്മളുടെ ഈ എന്താ പറയുക കേരള സർക്കാരിൻ്റെ ഒഡാപെക്, അതേപോലെ നോർക്ക ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോർട്ടലുകളുണ്ടല്ലോ, അതേപോലെയുള്ള ഒരു പോർട്ടലാണ് മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി എന്നൊരു പോർട്ടൽ. അപ്പോൾ ഈ ഒരു പോർട്ടലിൽ കൂടുതലും ജർമ്മനിയിലെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തെ പൗരന്മാർക്കുള്ള വേക്കൻസികളാണ് കൂടുതൽ വരുന്നതെങ്കിൽ പോലും യൂറോപ്പിന് പുറത്തുള്ള ആളുകൾക്കുള്ള ജോലി ഒഴിവുകളും ഇതിൽ വരാറുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ജോബ് പോർട്ടൽ വർക്ക് ഇൻ ഡെൻമാർക്ക് എന്നൊരു വെബ്സൈറ്റ് ആണ്. പേര് പോലെ തന്നെ ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക പോർട്ടലാണ്. അതായത് അവരുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക ഒരു വെബ്സൈറ്റാണ് ഇത്. ഇതുവഴി നമുക്ക് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. 10ാമത്തേത് ഫിനിഷ് ഗവൺമെൻറ് ജോബ്സ് എന്നൊരു പോർട്ടലാണ്. ഇത് ഫിൻലാൻഡിൻ്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടലാണ്. ഇതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പോർട്ടൽ കൂടെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, അതായത് ലക്സംബർഗ്. പലരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പലർക്കും ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ്. വളരെ സമാധാനമുള്ള ഒരു രാജ്യമാണ്. നല്ല ഭംഗിയാണ് ആ രാജ്യം. നല്ല രീതിയിൽ വരുമാനം, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി നൽകുന്ന ഒരു രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഇതെന്നാണ് എൻ്റെ അറിവ്. കൂടാതെ
രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ലക്സംബർഗ്. ഈ ഒരു രാജ്യത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ജോബ് പോർട്ടലുണ്ട്. jobs.lu എന്നൊരു ജോബ് പോർട്ടലാണ് ഇതുവഴിയും നമുക്ക് യൂറോപ്പ് രാജ്യത്തേക്ക് ജോലി നേടാവുന്നതാണ്. അപ്പോൾ 10 ജോബ് പോർട്ടൽ അല്ലെങ്കിൽ 10 വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു യൂറോപ്യൻ രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ, ഇതിൽ ചിലത് അവരുടെ സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളാണ്, ചിലത് ഒഫീഷ്യൽ വെബ്സൈറ്റുകളല്ല. അപ്പോൾ കൂടുതലും ഇതിൽ 100% ജെന്യൂൻ ആയിട്ടുള്ള വേക്കൻസികളാണ് വരിക. എങ്കിലും ഒരു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാ നാട്ടിലും ഉണ്ടാകും തട്ടിപ്പ് നടത്തുന്ന തെമ്മാടികൾ. അങ്ങനെയുള്ളവരും ഇതിൽ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 100% എന്താ പറയുക, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ജോലികളിലേക്ക് വേണ്ടി അപേക്ഷിക്കാൻ. നിങ്ങളോട് ₹1 ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് ക്ലോസ് ചെയ്തോളൂ. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ, അതായത് ജെന്യൂൻ ആയിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ കമ്പനി ഡയറക്റ്റാണ്. അതായത് വിസ ഫ്രീ ആയിരിക്കും, ടിക്കറ്റ് ഫ്രീ ആയിരിക്കും, ഇങ്ങനെയുള്ള വേക്കൻസികളാണ് വരിക. അപ്പോൾ നിങ്ങളോട് പൈസ ചോദിക്കുന്നുവെങ്കിൽ, നിങ്ങളോട് ക്യാഷ് ചോദിക്കുന്നുവെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വിട്ടുമാറിക്കോളൂ. അത് ഒറിജിനൽ ആയിരിക്കില്ല, ഫേക്ക് ആയിരിക്കും, ഏതെങ്കിലും ഒരു ഉടായ്പ് ഫ്രോഡ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ജോബ് പോർട്ടലുകളിൽ ഏത് ജോലിയിലേക്ക് അപ്ലൈ ചെയ്താലും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓൺലൈൻ ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ പണം കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉടനെ ഒഴിവാക്കിക്കോളൂ, ഫ്രോഡായിരിക്കും. ഒഫീഷ്യൽ കമ്പനികൾ സാധാരണ ഇൻ്റർവ്യൂ നടത്താറുണ്ട്. ഓഫർ ലെറ്റർ നൽകും, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നൽകും, ശേഷമാണ് വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. യൂറോപ്പിലേക്ക് ജോലി അന്വേഷിക്കുന്നതിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടുത്ത വീഡിയോയിൽ ഒഫീഷ്യലായി യൂറോപ്പ് രാജ്യത്തേക്ക് വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികളെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുകയുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആ കമ്പനികളുടെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം എടുത്ത ശേഷമല്ലേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിലൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ.